ഹലോ, ഇന്ന് നേടാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ പല ടൈപ്പ് എല്ലുകൾ, അതായത് ഈ പല എല്ലുകൾക്ക് പല പല പേരുകളുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ അതിലിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആയിട്ടാണ്. അപ്പം നമുക്ക് പോകാം. ഞാൻ ഈ ഒരു ബുക്കിലൂടെയാണ് പഠിച്ചത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഇതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കൊച്ചുങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോക്ക് ഞാൻ മുമ്പ് ഒരു ചെറിയൊരു വാർണിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊച്ചുങ്ങളൊക്കെ ഡോക്ടറൊക്കെ ആകണമെന്നുള്ള കൊച്ചുങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാം. പക്ഷെ കൊച്ചുങ്ങളൊന്നും ഈ സയൻറ്റിഫിക്സ് ആയിട്ടുള്ള വീഡിയോസൊന്നും കാണരുത്. അതായത് ഈ ഓപ്പറേഷൻ ഇതേപോലത്തെ വീഡിയോസൊന്നും കാണരുത്. ഓക്കെ, അപ്പോൾ അത് ഇത്തിരി വലുതായിട്ടൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലുകളെ കുറിച്ച്, ഇതേപോലത്തെയുള്ള ചെറിയ ചെറിയ എല്ലുകളെ കുറിച്ച്, ഓർഗൻസിനെ കുറിച്ച് ഇതേപോലെയൊക്കെ പഠിക്കാനേ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുണ്ടോ, ഓർഗൻസ് ഉണ്ടോ, ഇതുണ്ടോ ഓർഗൻസ്, ഫുൾ ഓർഗൻസ് നമ്മളിന്ന് പഠിക്കാൻ പോവാം. ഫസ്റ്റ് നമുക്ക് ഹെഡിൽ നിന്ന് താഴോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരാൻ പോണതാണ്. ഫസ്റ്റ് ഈ ഒരു എല്ല് കണ്ടോ, ഈ എല്ലിന് പറയുന്നതാണ് സ്ക്രീനിയം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇതിനൊരു കാര്യം പറഞ്ഞാൽ തലയിലും തൊട്ട് നോക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു എല്ലൊക്കെ ഉള്ള പോലെ ഒരു ഹാർഡായിട്ടൊരു ഫീൽ ഉള്ളേ. അപ്പം അവിടെ പറഞ്ഞ എല്ലാണ് ഈ ഒരു എല്ല്. ഓക്കെ, അപ്പം ഇതിന് പേര് സ്ക്രീനിയം. നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് ഇവിടേക്ക് അടി എട്ടുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ അടിക്കൊക്കെ ഇല്ലേ, ഈ ഭാഗത്തെ എല്ലൊക്കില്ലേ, ഈ എല്ല് ഫാഷനായിട്ട് കാണിക്കല്ല, എല്ലില്ലേ തൊട്ട് നോക്കിയപ്പോൾ അറിയാൻ പറ്റുന്ന എല്ലുണ്ടോ ഇല്ലേ. ആ എല്ലെന്ന് പറഞ്ഞാണ് ഓക്കെ ഇവിടെ ഈ എല്ലിന് പറയാനാണ് മാൻജബിൾ എന്നുള്ള എല്ല് എവിടെയായിട്ട് വരാറുണ്ട്, നമ്മൾ താഴത്തെ ചീസിന് ഒരു തൊട്ടൊക്കെ ഇത്തിരി ഒരു ഹാർഡായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിനാണ് നമ്മൾ മാൻജബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിയം, മാൻഡബിൾ. നമ്മൾ അതിന് അടുത്ത് പഠിക്കാൻ പോകുന്നത്, നമ്മളിനി അടുത്ത് പഠിക്കാൻ പോണ എല്ലിൻ്റെ പേരാണ്. അതിൻ്റെ പേരാണ് വിപ്സ് എന്ന് വെച്ചാൽ ആ എല്ല് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഇവിടെ കണ്ടോ, ഇവിടെ ഒന്ന് തൊട്ട് വെക്കോ, ഇവിടെ തൊട്ട് ഇപ്പൊ ചെറിയൊരു അവിടെ ഇത്തിരി റഫായിട്ടുള്ള ഫീൽ വരും അല്ലേ. അപ്പം ഇതിന് പറയുന്നതാണ് റിബ്സ്. ഇത് നമ്മുടെ ഇവിടെ ഉള്ള വന്ന എല്ലിന് പറയുന്നത് റിബ്സ്. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതിപ്പോൾ എല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ആ സെൻറ്റൻസിൽ പറയുന്നതാണ് യുവർ skeleton supports your body, helps you move and protects your inner organs ഏതാ, ഹാർട്ട്, കിഡ്നി, ലിവർ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് ഇന്റർ ഓർഗൻസ്. അപ്പോൾ ഇതിനെയൊക്കെ എല്ലുകൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പം അതിന് നമ്മൾ ഈ എല്ല് എന്തിനാണ്, ബോഡിയിലെ എല്ല് എന്തിനാണെന്ന് അറിയില്ല, അതിനുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസർ യുവർ സ്കെൽട്ടൺ സപ്പോർട്ട്സ് യു, യുവർ ബോഡി ഹെൽപ്സ് യു മൂവ് ആൻഡ് പ്രൊട്ടക്ട്സ് യുവർ ഇന്റർ ഓർഗൻസ്. അത് നമ്മൾ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് ഇസ് ദ ഓർഗൻസ്, അതായത് ഇന്റേണൽ ഓർഗൻസ്. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ ഈ നമ്മുടെ എല്ലുകൾക്ക് ഇതിനുള്ള ആൻസറാണ് ഇപ്പം വായിച്ചത്. അപ്പോൾ അതിനകത്ത് ഈ ഹാർട്ട്, ലിവർ ഒക്കെ ഇല്ലേ, ഓൾറെഡി പറഞ്ഞാണ്, കാര്യം കൺഫ്യൂഷൻ തീർക്കാനൊക്കെ ഒന്നുകൊണ്ട് പറഞ്ഞാണ്. അതായത് ഇവിടെയൊക്കെ എല്ലുകളൊക്കെ ഉള്ളത് തന്നെ നമ്മുടെ ഇന്റർ ഓർഗൻസിനെ
സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എല്ലുകൾ. ഓക്കെ, അപ്പം നമുക്കിനി ഈ കയ്യിൻ്റെ എല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. കൈയില്ലേ എത്ര, ഈ ഷോൾഡറിൻ്റെ ഈ ഒരു എൻഡില്ലേ, ഈ ഒരു എൻഡ് ഇവിടെ തൊട്ടാണ് നമ്മുടെ കൈ തുടങ്ങണം അല്ലേ? അപ്പം നമ്മുടെ കൈ അല്ലേ, ഈ കയ്യിൽ നമ്മൾ പഠിക്കാൻ പോകണതാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോണ എല്ലിൻ്റെ പേരാണ് ഉൽന. അങ്ങനെയാണ് പേര്. അത് ഇവിടെ ഉള്ള ഒരു എല്ലാണ്, ഇവിടെ ഉള്ള എല്ലാണ്. അപ്പം ഈ എല്ല്, അപ്പം ഇവിടെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എല്ലില്ലേ, ഒരു എല്ലല്ല, നടുക്കൊക്കെ തൊട്ട് നോക്കുമ്പോൾ രണ്ടെല്ലുള്ള പോലെ ഫീൽ ചെയ്യും. എൻ്റെ പിക്ചറാ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതുണ്ടോ രണ്ടെല്ലായിട്ട്, രണ്ടെല്ല. അപ്പൊ ഈ രണ്ടെല്ലില്ലേ, ഈ രണ്ടെല്ലിനും ഇല്ലേ, അല്ല രണ്ടെല്ലിന്റെ എന്താ നമ്മൾ തൊട്ട് നോക്കുമ്പോ ഈ സൈഡിലത്തെ എല്ലില്ലേ, ഈ സൈഡിലത്തെ റൈറ്റ് സൈഡിലത്തെ എല്ലിന് പറയുന്നതാണ് ഉല്ലാൻ. പിന്നെ പുറകിലത്തുള്ള ഒരെല്ലേ നമുക്ക് പഠിച്ചാലോ? നമ്മൾ പുറകിലുള്ള ഒരെല്ലാണ്. ഞാനിപ്പോൾ ഫോട്ടോ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കാണിക്കില്ല. ഉണ്ടോ ഇവിടെ പുറകിലുള്ള ഒരു എല്ലാണ് ഗൈസ്, സ്കാപ്പുല എന്നാണ് അതിൻ്റെ പേര്. സ്കാപ്പുല പുറകിലുള്ള ഒരെല്ലാം. അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. ഇവിടെ കാണാം, ഇവിടെ ഒരു എല്ലില്ലേ, ഇവിടെ ഷോൾഡറിന് ഇത്ര നീട്ടി ഇവിടെ ഒരു എല്ലില്ലേ, ആ എല്ലിനെ പറഞ്ഞാണ് സ്കാപ്പുല. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചു, പഠിച്ചില്ല അല്ലേ? അത് ഞാൻ അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കാം. ഞാൻ പിന്നെ പഠിപ്പിച്ച് സ്ക്രീനിയം പഠിപ്പിച്ചു അല്ലേ? ഞാൻ മാൻഡബിളും പഠിപ്പിച്ചു. പിന്നെ എന്താ ഞാൻ പഠിപ്പിച്ചത്? സ്കാപ്പുല ഞാൻ പഠിപ്പിച്ചു അല്ലേ? ഞാൻ പഠിപ്പിച്ചു. ഇത്രയും പഠിപ്പിച്ചില്ല, ഇത്ര നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഈ നമ്മൾ അടുത്ത് പഠിക്കാൻ പോണാണ് ഫ്യൂമർ. അപ്പൊ അത് എല്ല് നമ്മുടെ കാലിലത്തെ ഒരു എല്ലാണ്. ഞാൻ ഇന്ന് കാണിച്ചാൽ അതാണ് നമ്മുടെ ബോഡി. അപ്പൊ ബോഡിയിലത് ഇവിടെ ആയിട്ടൊരു എല്ലില്ല, ഈ എല്ല്, ഈ എല്ലിന് തൊട്ടു. അപ്പൊ ഇത്തിരി ഇങ്ങനെ ഇവിടെ തൊട്ടു, ഫ്രണ്ടിൽ തൊട്ടാൽ ബാക്കിൽ തൊട്ടു. അപ്പൊ ഇത്ര നമുക്ക് എല്ലിൻ്റെ ഒക്കെ അറിയാൻ പറ്റും. ഒരു എല്ല് അറിയണില്ലേ, ആ എല്ലാണ് ഫ്യൂമർ. ഈ എല്ലുണ്ടോ, കാല്, ഇതാണ് നമ്മുടെ ബോഡി. ബോഡിയുടെ കാലില്ലേ, ഇവിടെ പഠിക്കണം, ഇവിടെ പറയുന്നതാണ് ഫ്യൂമർ. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിച്ചു. ഒരു കാര്യം പറയാം, ഞാൻ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ പഠിപ്പിച്ചതിൻ്റെ ബാക്കിയുള്ളതും കൂടി പഠിപ്പിക്കും. തൽക്കാലത്തേക്ക് ഇപ്പം എത്രയും മതി. സെക്കൻഡ് പാർട്ട് ഞാൻ ടുമാറോ ഇടും. ബൈ, ടാറ്റാ.